In this video, we are going to discuss about crisis counseling. Introduction. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ചിലപ്പോൾ നമ്മൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ചിലപ്പോൾ അത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, അതിനെ ഓവർകം ചെയ്ത് ബാക്ക് ടു നോർമൽ എന്ന രീതിയിൽ അവർ ലൈഫ് ലീഡ് ചെയ്ത് പോകും. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ അതങ്ങ് സ്റ്റക്കായി പോകും. അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവർ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കും. അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷകൾ കാണില്ല, അവരുടെ ജീവിതം താറുമാറായതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. എല്ലാം നശിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും. ആരുമായിട്ട് സംസാരിക്കത്തില്ല, എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ക്രൈസിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അത് അവർക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നു. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അവരുടെ ജീവിതം എല്ലാം താറുമാറായി പോയി. ഇനി അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാതെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ചുറ്റുമുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെങ്കിലും ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർ തന്നെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോവുക. ഓക്കെ, അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നതാണ് കൗൺസിലർ ചെയ്യുന്ന ജോലി. ഈ കൗൺസിലിംഗ് എന്താണ്? കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഒരു ലൈഫിൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് നോർമലാണ്, അതിനെ ഓവർകം ചെയ്യാൻ പല വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുക, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ അവരൊരു 50% ഓക്കെ ആവും. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയും ലൈഫ് ഉണ്ട്, ഇതെല്ലാം നോർമലാണെന്ന് അവരെ വിശ്വസിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് അവർക്ക് വളരെ ആശ്വാസമാണ്. അവർക്കത് മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ സന്തോഷകരമായിട്ട് നോർമലായിട്ട് അവർ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ ഹാപ്പി ആയിട്ട് അവർക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു 2-3 സ്ലൈഡിൽ ഇതേ സെയിം കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് വായിക്കാം. The vast majority of people prefer to have stable, happy lives rather than to have a life full of problems. However, even the most stable individuals encounter problematic situations in life that cause major disturbances. അല്ലേ? നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫാണ്. അപ്പോൾ ഞാൻ എത്ര സ്റ്റേബിളാണ്, ബോൾഡാണ് എന്ന് പറഞ്ഞാലും എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ വീണു പോകാം, ഞാൻ ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവാം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്കെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അവർക്ക് അത് ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം എന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ ആൾക്കാർക്ക് ആ സ്റ്റെബിലിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരാളുടെ സഹായം തേടാം. ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു പേഴ്സണെയാണ് നമ്മൾ കൗൺസിലർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ വേറൊരാളുടെ ഹെൽപ്പ് തേടുന്നു. അതിനെയാണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രൈസിസ് മീൻസ് ദ സ്ട്രെസ്ഫുൾ മൊമെൻറ്റ് ദാറ്റ് എ പേഴ്സൺ ഫേസ്ഡ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. The vast majority of people prefer to have stable, happy lives rather than to have a life full of problems. However, even the most stable individuals encounter problematic situations in life that cause major disturbances. People can often cope with the daily stresses and problems that arise. However, when a problem occurs that is temporarily beyond a person's ability to cope and he or she is thrown off balance by the ensuing event, then the person experiences a crisis. To regain stability, there is the need to offer assistance in the form of counseling. Crisis counseling, that is the type of counseling offered the individual in distress to stabilize. Okay, so for my Miso students, I hope you all understand. This is self-explanatory. Okay, then crisis counseling. Crisis is how an individual reacts to a stressful life experience that affects his or her ability and stability to cope or function. Crisis is any situation in which the individual perceives a sudden loss in his or her ability to solve a particular problem and to cope with the situation. Okay, so crisis means, so in a stressful life experience, how an individual reacts to cope up with that situation or to regain his or her stability. That is known as crisis. Okay, so crisis means it is a situation in a person's life. Okay, a crisis is as an acute disruption of psychological homeostasis in which one's usual coping mechanisms fails and there exists evidence of distress and functional impairment. So here crisis is a very acute stressed situation in one's life in which that person do not know how to overcome that situation
it will affect him mentally as well as physically. Okay. Counseling is a personal face-to-face relationship between two people in which the counselor, by means of the relationship and his special competencies, provides a learning situation in which the counselee, a normal sort of person, is helped to know himself and his present and possible future situations so that he can make use of characteristics and potentialities in a way that is both satisfying to himself and beneficial to society, and further can learn how to solve future problems and meet future needs. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്താണ്, ഒരു കൗൺസിലറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വഴി എന്താണ്, ആ പേഴ്സണലിൻ്റെ ലൈഫിലുണ്ടായ ആ ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ട് ആ കൗൺസിലർ സഹായിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അയാൾ കുറേ അഡ്വൈസ് കൊടുക്കുന്നു, ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കുന്നു. സോ അതുവഴി അയാൾക്ക് ലൈഫിൽ മുൻപേ അയാൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്തത് അതുപോലെ ലീഡ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നു. സോ ദാറ്റ് ഇസ് counseling. I hope you all understand. Okay, counseling means what? It is a process that a counselor do to a person who is in crisis to overcome that situation and to lead a happy life. Okay. Crisis counseling. Crisis counseling occurs when a client who is destabilized engages the service of a counselor. അല്ലേ, ഭയങ്കര ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്രൈസിസിലിരിക്കുന്ന ഒരാൾ ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് തേടുന്നു. അതാണ് ക്രൈസിസ് കൗൺസിലിംഗ്. സോ വെൻ എ ഡീസ്റ്റെബിലൈസ്ഡ് പേഴ്സൺ സീക്സ് ദ ഹെൽപ്പ് ഓഫ് എ കൗൺസിലർ, then it is known as crisis counseling. The person is unable to cope with events in his or her life and consequently may be racked by destructive feelings of self-doubt, anxiety or guilt and may be engaging in hurtful behaviors. അല്ലേ, അപ്പം ആ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ കാരണം അയാൾക്ക് ഒത്തിരി ഫീലിങ്സ് അയാളുടെ ഉള്ളിലൂടെ കടന്നു പോകും. ഒന്ന്, അയാൾക്കൊരു സെൽഫ് ഡൗട്ട് കാണും, തന്നെ വിശ്വാസമില്ലായ്മ കാണും, അതുപോലെ ആൻസൈറ്റി, പേടി, അല്ലേ, പിന്നെ ഗിൽട്ട്, ഒരു എന്തോ തെറ്റ് ചെയ്തെന്നുള്ളൊരു ഫീലിംഗ്, പിന്നെ നമ്മൾ സ്വയം ആയിട്ട് ഹാം ചെയ്യാൻ ശ്രമിക്കുക, അതായത് സൂയിസൈഡൽ ടെൻഡൻസി, ഇതൊക്കെ കാണും. ഓക്കെ, സോ ദ പേഴ്സൺ ഹൂ ഇസ് ഇൻ സ്ട്രെസ്ഡ് സിറ്റുവേഷൻ മേ അണ്ടർഗോ സർട്ടൻ feelings such as self-doubt, anxiety, guilt, or he or she may have suicidal tendency, etc. This crisis needs immediate attention, otherwise there is a risk of further personality or behavioral deterioration. അല്ല, ഇങ്ങനെ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തുക, എന്നിട്ട് അവരെ ഒരു കൗൺസിലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. ഓക്കെ, so here we have to identify such peoples and we have to bring them to counselor, and he or she should undergo a counseling session, otherwise they may show suicidal tendency, okay, behavioral change, etc. Crisis intervention is the emergency and temporal care given an individual who, because of unusual stress in his or her life that renders them unable to function as they normally would, in order to interrupt the downward spiral of maladaptive behavior and return the individual to their usual level of pre-crisis functioning. So crisis intervention means, here this crisis intervention means through counseling we are helping a person to overcome that stressful situation and to lead a normal life, okay, before the crisis. Next is goals of crisis counseling.